ഹായ്, ഹലോ, നമസ്കാരം, ഹരി ഓം. ഇന്നും ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഓണാക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഞാനിടുന്ന വീഡിയോസിന് വലിയ വ്യൂസും അങ്ങനെ ലൈക്കോ കമൻറ്റോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്നാലും ഞാനിടും, എനിക്കതൊരു സന്തോഷമാണ്, എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ്. അപ്പം എന്താണ് ഇപ്പം നമ്മളെന്താണോ അങ്ങനെ തന്നെ. ഇപ്പം നമ്മളിവിടെ വന്നിരുന്നിട്ട് വലിയൊരു അങ്ങനെയല്ലല്ലോ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ സാധാരണ രീതിയിൽ. ഇപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കുന്നു, ഞാനിടുന്നു, അതിന് എഡിറ്റിങ്ങോ അങ്ങനെ മറ്റു കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ കൊടുത്തിട്ട് നല്ല ക്ലാരിറ്റിയൊക്കെ കൂട്ടിയിടും. എനിക്കതൊന്നും അറിയത്തുമില്ല. എനിക്കിപ്പോൾ ഒന്നും അറിയുന്ന പോലെ ചെയ്യുവാൻ പഠിക്കുവാണെങ്കിൽ പിന്നീട് ഞാൻ മുന്നോട്ടത് മനസ്സിലാക്കുവാണെങ്കിൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ എനിക്കിങ്ങനെ അറിയും, നമ്മളെന്താണോ അങ്ങനെ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമെന്നുള്ളവർ എന്തെങ്കിലും ഒരു കഴിവിൽ അങ്ങ് തുടങ്ങുക. എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഇഷ്ടമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വരുമാനം മാത്രം വരുമാനം നമുക്ക് വേണം, അതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. എന്തുവായാലും അത് വേണം. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആധ്യാത്മികമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ മനസ്സിനെ ഉയരുന്നതിനൊപ്പം മറ്റൊരാളെയും കൂടെ നമുക്ക് മറ്റൊരാളുടെയും കൂടെ ജീവിതത്തിൽ ഇതൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും നമ്മൾ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും നല്ല ഉന്മേഷമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റുമെന്നുള്ളതിനൊരു തെളിവ് അത്ര തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ജീവിച്ചു കൊള്ളുക. ഭർത്താവ് അച്ഛൻ്റെ കളിയുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ എപ്പോഴും അതിലേക്ക് കൊണ്ട് നടക്കും. അപ്പോൾ എനിക്കൊരു ഇതുണ്ട്, അച്ഛൻ വിചാരിക്കും ഇവൾ ആരോടിരുന്ന് കാര്യം പറയുന്നതാണല്ലേ. പ്രായമുള്ളൊരച്ഛൻ, അച്ഛൻ്റെയൊക്കെ കടയായിരുന്നു, ഒരു മുറി അച്ഛനാണ് നടത്തുന്നത്. അപ്പം അച്ഛൻ വിചാരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇവൾ കാര്യം പറയുന്നത്, ആരോട് കാര്യം പറയുക. ഞാനിപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ അതിലെല്ലാവരോടും എല്ലാ ആൾക്കാരോടും അത്യാവശ്യം മിണ്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴും അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല, ഞാൻ എല്ലാവരോടും മിണ്ടും. അപ്പോൾ എല്ലാവരും നമ്മളോട് വലിയ കാര്യമൊക്കെ, നമ്മളെല്ലാം പ്രായമുള്ളവരോടൊക്കെ വന്നാലേ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് സംസാരിക്കും. അപ്പം പറയും ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ രീതികളും ഒക്കെ കണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. പിള്ളേരുടെയൊക്കെ എനിക്കും അങ്ങനെയാണ്. പക്ഷേ നമ്മളുള്ള പിള്ളേരൊക്കെ അതുകൊണ്ടൊക്കെ ഈശ്വരൻ നമ്മളെ ഈ വഴിക്ക് തന്നെ വിട്ടതില്ലേ. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതായിരുന്നു അങ്ങനെ. പക്ഷേ ഇപ്പോൾ വളർന്നൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് അച്ഛനും അമ്മയൊന്നും വേണ്ട, നമ്മൾ കൂടുതൽ പ്രതീക്ഷയൊന്നും വെച്ചുകൊണ്ടിരിക്കത്ത അവരുടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പിന്നെ അങ്ങനെ ഒരു ഇതില്ല. ഇപ്പം നമുക്ക് മനസ്സിലായി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന്. അപ്പം നേരത്തെ നമുക്കൊരു ലോകമുണ്ട്, നമ്മുടെ ഒരു സർക്കിള്. ഞാൻ, എൻ്റെ പിള്ളേർ, എൻ്റെ മുത്തണ്ണനൊക്കെ ഉണ്ട്. മുത്തണ്ണ നമുക്ക് അങ്ങനെ ഒരു ഇതല്ല. പിള്ളേർക്ക് പക്ഷേ അച്ഛനും അമ്മയൊന്നും വലിയ കാര്യമായിട്ടൊന്നും വേണ്ട, അവർ വേറെ ലെവലിലാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ അപ്പം ഇവിടെയൊക്കെ വരുന്നവരും പറയും അവരൊക്കെ അവരുടെയൊക്കെ മക്കൾ നല്ല വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരൊക്കെ ആയിരിക്കും, ഡോക്ടറും എഞ്ചിനീയറും. പക്ഷേ പിള്ളേരൊക്കെ ഇപ്പോൾ ഈ ഫോണിനും അഡിക്റ്റ്, സംസാരവും ഇല്ല, അങ്ങനെ ഒരു ജീവിതമല്ലേ. പിന്നെ ഞാൻ കുറേയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മര്യാദയ്ക്കൊക്കെ ജീവിച്ചാൽ അവരവർക്ക് കൊള്ളയില്ലെങ്കിൽ അനുഭവിക്കും, അത്ര തന്നെ. അല്ല നമ്മളെന്താ പറയാനേ വഴക്കിടാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കുറച്ച് സൈലൻ്റ് ആകാൻ തീരുമാനിച്ചു, ഒന്നും പറയാറില്ല ഇപ്പോൾ. പിന്നെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ബിസി ആയിരിക്കുക, ദൈവത്തെ വിളിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്തിയിരിക്കുക. അത് അല്ലെങ്കിൽ കൂടുതലൊന്നും ഇനി കൂടുതൽ നമുക്കിങ്ങനെ ഒരു ആധ്യാത്മിക ധ്യാനമൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇതല്ലെങ്കിലുണ്ടല്ലോ, നമ്മളൊരു പ്രായമൊക്കെ എത്തുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇതായിപ്പോവും. നമ്മളത് ചിന്തിക്കണം. അതൊക്കെ എപ്പോഴായാലും കടന്നു വരും. ചിലപ്പോൾ നമുക്കറിയില്ല എന്തുവാന്ന് എങ്കിലും പക്ഷേ നമ്മൾ പ്രതീക്ഷ വെക്കുന്നത് പോലെ തന്നെ നമുക്കിപ്പം നമ്മൾ മക്കളെയൊക്കെ വെച്ച് നല്ല പ്രതീക്ഷ വെക്കുന്നത് പോലെ തന്നെ അല്ല, കാലത്തിൻ്റെ പഴയ ഒരു കാലമൊക്കെ ആയിരുന്നു നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും നമുക്ക് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പം നമുക്ക് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ചുമ്മാ ഇരിക്കുകയേ ചെയ്യരുത്. ഞാനൊക്കെ ചുമ്മാതിരുന്നിരുന്ന് പക്ഷേ എൻ്റെ എനിക്ക് ഒരുപാട് ഞാൻ വെറുതെ ഇരുന്നിട്ടാണ് ഞാനിതെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നൊക്കെ. വീട്ടിലാരും വരുന്നത് എനിക്കിഷ്ടമല്ല, എന്ന് വെച്ചാൽ അവരോടുള്ള കുറവല്ല, കാര്യം നമുക്കിത് പഠിക്കണം, ഇതറിയണം. വെറുതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ച് കുറേ സമയം വായിക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യും. സഹസ്രനാമമൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ഇരുന്നങ്ങ് ജപിക്കുമായിരുന്നു, മതിയാകാത്ത പോലെ. അപ്പോൾ അതൊരു ഇതായിരുന്നു. ഞാൻ അമ്മ പോലും വീട്ടിലോട്ട് എനിക്കിഷ്ടമില്ല, എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്കങ്ങ് ഇരിക്കണം, എന്നിട്ട് ഇതിനെ കൂടുതൽ അറിയണം എന്നുള്ള ആ ഒരു ബോധം അങ്ങനെയൊക്കെയാണ് മാറിയത്. അതൊക്കെ പക്ഷേ 4-5 വർഷം ഞാൻ അതിന് വേണ്ടി നന്നായിട്ട്
എനിക്ക് ഈശ്വരൻ തന്നെ അത് ഒരുക്കി തരണം. നമുക്ക് ഓരോന്ന് ഇപ്പം ഞാനാണെങ്കിലും അവിടെ നിന്ന് ചോട്ടാനിക്കര വന്നെല്ലാവരും ചോദിക്കുന്ന നാടും വീടും അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ. പക്ഷേ ഈ ഓരോ നിയോഗമുണ്ട് നമുക്കല്ലേ, നമ്മളെ ഈശ്വരൻ തന്നെ ഒരുക്കി തരണമായിരിക്കും. അല്ലെങ്കിൽ എവിടെയോ ഇരിക്കുന്നവർ നല്ല ആരോ ഒരാൾ വഴി എങ്ങനെയൊക്കെ വന്നു എനിക്കറിയില്ല, ഒരു മായ പോലെ അത് അങ്ങ് നമുക്ക്. പക്ഷേ അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് മനഃപൂർവ്വം വന്നു പോകുന്നതല്ല, നമ്മുടെ മനസ്സിൽ തോന്നും നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ. അതൊക്കെ ഉണ്ടാകുന്നൊരു കാര്യം. നമ്മൾ എന്തോ വലിയ സിദ്ധി കിട്ടി അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് നമ്മൾ ശരിയായ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളു എന്താണ് പറയുന്നത്. അപ്പോൾ എന്താണോ ധരേതാത്മന ആത്മാന ആത്മനാവസാദേഹി ആത്മനോ ബന്ധുരാത്മേ പരുപുരാത്മന.